നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് അങ്ങയെ ആരാധിക്കുവാൻ തന്ന വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യനായ നിന്നെ, യോഗ്യനായ നീ സൃഷ്ടിച്ച ഞങ്ങളെ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന തിരുമുമ്പാകെ പ്രസാദകരമായി തീരണമേ. ദൈവമേ, ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് വിവിധ കർത്താവ് ഇടങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ശ്രവിക്കുവാൻ, കാണുവാൻ, ദൈവിക ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജ്ഞാനം അവിടുന്ന് ഞങ്ങളുടെ മേലുണ്ടാകണം. ഇന്ന് വ്യാപരിക്കുന്ന ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവമേ, കോവിഡിന്റെ പ്രതിസന്ധികൾ ഈ ലോകത്തെ കാർന്ന് തിന്നുമ്പോൾ ഞങ്ങൾ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. തുടർന്നും ഞങ്ങളും ഞങ്ങളുടെ സഭയും ദൈവത്താൽ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കണമെന്നും ഇന്നത്തെ ആരാധനയിൽ ദൈവകൃപ വ്യാപരിക്കണമെന്നും പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവരുമാറാകണമേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങളിൽ 75 പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇത് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് തൃത്വത്തെ സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന
മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുവാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം അറിയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ ശ്രദ്ധാവം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി ദൈവസന്നിധിയിൽ ശാസന ചെയ്യാം. നമ്മുടെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും നമ്മെ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ, കഴുകി ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കൂടെയുള്ള പിതാവ്, അവൻ നമ്മെ ശുദ്ധീകരിച്ച് നിർമ്മലതയുള്ളവരായി ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുമല്ലോ. അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ ആരാധനയാണല്ലോ. ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധമായ നാമാണല്ലോ അവനുണ്ടാകേണ്ടത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് യാചിക്കാം. മനഃപൂർവമായി വിനയത്തോടെ ആര് ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറയുന്നു അവരെ വിടുവിക്കുവാൻ അവൻ മതിയായവനാണ്. അല്പസമയം മൗനമായി വിനയത്തോടെ കുറവുകളെയും കുറ്റങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റ് പറയാം.
നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന അർപ്പിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിശന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുഖത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും പ്രിയരെ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം, സങ്കീർത്തനം, രണ്ടാം വേദഭാഗം എന്ന ക്രമത്തിൽ നമുക്ക് തിരുവചനങ്ങളെ വായിച്ച് കേൾക്കാം. ഒന്നാം പാഠം. പുറപ്പാട് 9 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. First lesson is taken from the book of Exodus, chapter 9, verses 1 to 7. പുറപ്പാട് 9 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേല്യരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകിയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്തിൽ ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങൾ എല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയച്ചു ഇസ്രായേല്യരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 81. സാംസ് 81. 81 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം.
നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. തപ്പും ഇമ്പമായ കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണിമാസിയിലും ആ കാഹളം ഊതുവിൻ. ഇത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവത്തിന്റെ ഒരു പ്രമാണവും ആകുന്നു. മിസ്രൈം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടൊഴിഞ്ഞു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്കുകൾ കേൾക്കുന്നതായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. ഇസ്രായേൽ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് സ്ഥാനത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വഴികളുടെ നേരെ എന്റെ കൈ നീട്ടുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ നേത്രമായ കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. രണ്ടാമത്തെ ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. രണ്ടാം പാഠമായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. സെക്കൻഡ് ലെസൺ ഈസ് ഫ്രം ദ ബുക്ക് റെവലേഷൻ ചാപ്റ്റർ 5. വെളിപ്പാട് പുസ്തകം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പി. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അർപ്പപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1,000 1,000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ
കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇവിടെ 2-ാം പാഠം വായിച്ച് അവസാനിക്കുന്നു. സഭയ്ക്ക് എഴുന്നേൽക്കാം. ഇന്നേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തെ കേൾപ്പി. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവചനം. ഇപ്പോൾ ഞാൻ കീർത്തനങ്ങളിൽ 76 പാടി നമുക്ക് വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങാം. ഞാൻ കീർത്തനങ്ങളിൽ 76. എന്നെ നിർത്തം
സ്നേഹത്തിൻ്റെ ഉറവിടമായ ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ മാസത്തിൻ്റെ പുതിയ സംവത്സരത്തിൻ്റെ ആദ്യ മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ദൈവമേ, ഞങ്ങളെ സൗഖ്യത്തോടെ കാത്തുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളിൽ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ഇന്ന് വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവമേ, പല ബുദ്ധിമുട്ടുകൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നീ അവിടുന്ന് സൗഖ്യമാക്കണമേ. നീ അവിടുന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. നിന്നെ യഥാർത്ഥമായി ആരാധിക്കുന്ന, നിന്നെ യഥാർത്ഥമായി സേവിക്കുന്ന, നിന്റെ ക്രൂശിനെ അനുഗമിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. കർത്താവേ, ഇന്നത്തെ ആരാധനയിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. തിരുകൃപയിൽ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൻ്റെ മർമ്മം ഗ്രഹിച്ച് അത് ഈ ലോകത്തിന് വെളിച്ചമായി ശോഭിപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമണ്ണുമാറാകണമേ. സഭയ്ക്ക് ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടുന്ന് ഒരുക്കിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഗവൺമെൻറ് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിരിക്കുമ്പോൾ പല ക്രമീകരണങ്ങളിലും നമുക്ക് കൂടി വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയൊരു ആരാധന ക്രമീകരിപ്പാൻ ദൈവം അവിടുന്ന് ഇടയാക്കിയത്. ഇന്ന് ജനുവരി 30, പുതിയ വർഷത്തിലെ, പുതിയ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. മൗത്ത് പ്രകാശത്തിന് ശേഷം 4ാമത്തെ ഞായറാണ് ഇന്ന് സഭ നമ്മളോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ സ്തുതിപ്പീൻ എന്നുള്ളതാണ്. അതായത്, ഒന്നുകൂടെ ലളിതമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. ആരാധിക്കേണ്ടവനെ ആരാധിക്കുക, ആരാധിക്കുവാൻ യോഗ്യനായവനെ ആരാധിക്കുക, ആരാധ്യനെ ആരാധിക്കുക, നാം ആരാധിക്കുന്നവരായി തീരുക. ഇതൊക്കെ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യം, ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാധനയ്ക്ക് യോഗ്യൻ ആരാണ്? ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരെയും ആരാധിക്കുന്ന പലരുടെയും ഇഷ്ടം ആൾക്കാരായിത്തീരുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരോട് ചോദിച്ചാൽ നിങ്ങളുടെ റോൾ മോഡൽ ആരാ, നിങ്ങൾ ആരെയാണ് മാതൃകയാക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ ഫിലിം സ്റ്റാർസിൻ്റെ പേരുകൾ പറയാറുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധനാ പാത്രങ്ങളാണ് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചില പ്രത്യേകതയുള്ള
ചില ഫാൻസ് അസോസിയേഷനുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് ആരെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ 2-ാം വേദഭാഗമായി വായിച്ച വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കരയുകയാണ്. എന്തിനാണ് യോഹന്നാൻ കരയുന്നത്? മുദ്ര പൊട്ടിപ്പാനും മുദ്ര പൊട്ടിച്ച് പുസ്തകം വായിപ്പാനും ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് ഓർത്ത് കരയുകയാണ്. അപ്പോൾ യോഹന്നാന്റെ വേദനയിൽ, ദൈവമേ, ഈ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യനും ഈ പുസ്തകം ഒന്ന് വായിക്കുവാൻ യോഗ്യതയില്ലേ, ഒരുപക്ഷെ എനിക്ക് പോലും യോഗ്യതയില്ലല്ലോ എന്നോർത്ത് വിഷമം കൊണ്ട് കരയുന്ന യോഹന്നാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇവിടെ ഒരുത്തൻ മാത്രമേ യോഗ്യനുള്ളൂ. അവൻ ആരാണ്? യഹൂദ വംശത്തിലെ സിംഹമായി അറുക്കപ്പെട്ട കുഞ്ഞാട് ആണ് യോഗ്യൻ. എല്ലാവരും വീണകളെടുത്ത് കിന്നരങ്ങളെടുത്ത് ഇവൻ യോഗ്യൻ, ഇവൻ ആരാധ്യൻ, ഇവനെ ആരാധിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന ഒരനുഭവമാണ് 2-ാം വേദഭാഗത്ത് നാം വായിച്ചത്. അതായത് പ്രിയരെ, ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തുവാണ്, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യൻ പരിശുദ്ധാത്മാവാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധനായ, വിശുദ്ധിയുടെ അലങ്കാരത്തിൽ വസിക്കുന്ന, പാപം ഒഴികെ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന, നമ്മളുടെ രക്ഷകനായി തീർന്ന ക്രിസ്തു എന്ന ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കാരണം അവനാണ്, ഈ ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടാവായ, പരിപാലകനായ, വീണ്ടെടുക്കുന്നവനായ, വീണ്ടും അവനോടൊപ്പം ചേർക്കുന്നവനായ ഈ ദൈവത്തെയാണ് നമുക്ക് ആരാധിക്കേണ്ടത്. അതായത് ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിച്ചുകൊണ്ടിരുന്ന നമ്മെ ഈ ലോകത്തിൽ ജനിക്കുവാൻ അവൻ അനുവദിച്ചു. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ജീവിച്ച ജീവിത രീതിയിൽ പാപം നിറഞ്ഞപ്പോൾ, പാപ സ്വഭാവം എന്നിലേക്ക് അടിമപ്പെട്ടപ്പോൾ, പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുവാൻ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും ദൈവം തന്നെ ലോകത്തിൽ ഇറങ്ങി വന്ന് എന്നെ, എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് എന്നെ അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവനോട് ചേർത്ത് നിർത്തുന്ന പരിശുദ്ധനായ ദൈവം, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന എന്നെ ഈ ലോകത്തിലാക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുമ്പോൾ എന്നെ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവനോടൊപ്പം ചേർത്ത് നിർത്തുന്ന ഈ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് യോഗ്യൻ അർക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ്. അപ്പോൾ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, മറ്റൊരു ചോദ്യം: ആരാധിക്കുന്നവർ ആരാണ്? ആരാധിക്കുന്നതിന് യോഗ്യൻ ദൈവമാണെങ്കിൽ ആരാധിക്കേണ്ടവരുടെ പ്രത്യേകതയുടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. 1-ാം വേദഭാഗത്ത് നാം വായിച്ചത് പുറപ്പാട് പുസ്തകം 9-ന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളാണ്. അവിടെ കാണുന്നു, എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ, ഇസ്രായേൽ മക്കളുടെ ദൈവത്തെ, എബ്രായരുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ഞാനെന്ന ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ മക്കളെ വിട്ടയക്കണം. അതായത് എന്നെ ആരാധിക്കുവാൻ വിട്ടയക്കുന്ന മക്കൾ, അതായത് ഞാൻ തിരഞ്ഞെടുത്തവരാണ് എന്നെ ആരാധിക്കേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയും. തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആരാധിക്കേണ്ടവർ. പ്രിയമുള്ളവരെ, പുതിയ നിയമ ഇസ്രായേലായി നാം നഷ്ടപ്പെട്ടു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണെങ്കിൽ ആരാധിക്കേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ദൈവത്തെ
ആരാധിക്കുവാനായി. ഇതാണ് സുവിശേഷ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കുന്നത്. ക്രിസ്തു ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. ആരാധിക്കേണ്ട ഇടത്ത്, ആരാധ്യന പാത്രമാകേണ്ട ഇടത്ത്, ആരാധ്യന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കേണ്ട ഇടത്ത് മ്ലേച്ഛത നിറഞ്ഞു നിൽക്കുന്നു, അശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ വിജാതിയരുടെ പ്രാകാരങ്ങളെ യഹൂദന്മാർ, അവരുടെ മതശ്രേഷ്ഠന്മാർ, പുരോഹിതന്മാർ അറിഞ്ഞ് ഒരു പറ്റം ആൾക്കാര് കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ആരാധിക്കാനുള്ള ആരാധന നിഷേധിക്കപ്പെടുകയാണ്. അവിടെ അനീതി, അക്രമം, അശുദ്ധി എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ദൈവം ചെന്ന് പറയുകയാണ്, ക്രിസ്തുവായ ദൈവം ആ ആരാധനാലയത്തിൽ ചെന്നിട്ട് പറയുകയാണ്, ഇവിടെ അശുദ്ധിയാണ് നിറഞ്ഞു നിൽക്കുന്നത്, വിശുദ്ധിയില്ല. പ്രിയമുള്ളവർ, ഈ വേദഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധിയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധിക്കേണ്ടവനെ ആരാധിക്കുന്നവരുടെ പ്രത്യേകത, ഒന്ന്, തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം. രണ്ട്, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ വിശുദ്ധർക്ക് മാത്രമേ വിശുദ്ധിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്കാണ് ആരാധന സാധ്യമായി തീരുന്നത്. അവരാണ് ആരാധിക്കേണ്ടത്. മൂന്നാമതായിട്ട്, നീതിയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇവിടെ നടക്കുന്നത് അനീതിയാണ്. കച്ചവടത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തെല്ലാം അനീതികളാണ് അവിടെ നടന്നത് എന്ന്. അപ്പോൾ നീതിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് യേശു കർത്താവ് പറയുകയാണ്. പിന്നെ പറയുന്നു, സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുക. ഒരു സത്യ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ആരാണ്? ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. വിശുദ്ധിയുള്ള, നീതിയുള്ള, സത്യമുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം ആരായിത്തീരണം? നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നാം വിശുദ്ധരാണോ? നാം നീതിയുള്ളവരാണോ? നാം സത്യമുള്ളവരാണോ? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അയ്യോ, ഈ ജനം എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ അവരെ വിടുവിക്കുമായിരുന്നു. അവരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഞാൻ വിടുവിക്കുമായിരുന്നു. അവരെ രക്ഷിക്കുമായിരുന്നു. അവരെൻ്റെ ജനമായി തീരുമായിരുന്നു. പ്രിയമുള്ളവരെ, നാം യോഗ്യരാണോ ഈ ദൈവത്തെ ആരാധിക്കുവാൻ? ഇങ്ങനാണെങ്കിൽ നമ്മളുടെ ജീവിതം ഒരാരാധനയായിട്ട് തീരണം. ഇന്ന് ലോകത്തിൻ്റെ പല പാപങ്ങൾ നമ്മെ അശുദ്ധിയിലേക്കും അനീതിയിലേക്കും അസത്യത്തിലേക്കും വഴി നടത്തുന്നു. ഇത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഈ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ആരാധന അത് അർപ്പിക്കേണ്ടവനാണല്ലോ അർപ്പിക്കുന്നത്. ഞങ്ങൾ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾ യോഗ്യരാണോ? നിന്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് യോഗ്യത നൽകി. കർത്താവേ, അശുദ്ധരായ, അനീതിയുള്ള ഞങ്ങളുടെ നോട്ടത്തിൽ, കേൾവിയിൽ, സംസാരത്തിൽ അനീതിയുള്ള ഞങ്ങൾ ആരാധിക്കുവാനായി കർത്താവേ തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും മാറ്റി തീർക്കണമേ. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കൃപ കൂടെയിരിക്കണം. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. സന്തോഷത്താൽ വഴി നടത്തണം. സകലതും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.
നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ അപ്പോസ്തോല വിശ്വാസ പ്രമാണ വാക്കുകളിൽ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിൽ തന്നെ മറിയാമിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് നടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലനിൽക്കുന്നതല്ലോ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധി ആഗ്രഹങ്ങളും സകല എല്ലാ ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്റെ ആൾ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായ സകല ശക്തിയും ബലമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മകൾ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ടും ഞങ്ങളെ നിലനിർത്തണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേക പ്രാർത്ഥന. സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായിരിക്കുന്ന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമേ, അങ്ങ് മാത്രം സ്തുതിക്ക് യോഗ്യൻ. അങ്ങേ ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുന്നുള്ള പ്രശാന്തമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ അനുഗമിക്കുന്നതിന് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ഞങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അങ്ങേ പ്രകാശിപ്പിക്കുന്നതിന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ഒരുങ്ങും. നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രമാക്കാം. യഹോവേ, നീ സകലതും അറിയുന്നല്ലോ. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞങ്ങൾ ആകാശമേഘങ്ങളെ തേരാക്കി യാത്ര ചെയ്യുമ്പോഴും ദൈവമേ, ആഴികളുടെ മധ്യത്തിൽ കിടക്ക വിരിച്ചാലും എല്ലാം നിന്റെ സന്നിധിയിൽ
വെടിപ്പാണല്ലോ. പകൽ പോലെ കർത്താവെ അറിയുന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും? നിന്നെ ഒളിച്ച് ഞങ്ങൾക്കൊന്നും ഈ ലോകത്തിൽ സാധ്യമല്ലല്ലോ. ദൈവമേ, നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഞാൻ കർത്താവെ നിന്നെ ആരാധിക്കുവാൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്കായി ഇറങ്ങി വന്ന ഞങ്ങളുടെ രക്ഷകനെ, നിന്റെ സന്നിധിയിലായിരുന്നല്ലോ ഞങ്ങൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ്. കർത്താവെ, അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് ഞങ്ങളെ ആക്കിയപ്പോൾ പലവിധമായ പാപങ്ങൾ ഞങ്ങളെ കർത്താവെ അധീനതയിലാക്കി. നോട്ടത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞങ്ങൾ കർത്താവെ പാപം ചെയ്തു. നിന്റെ വചനത്തിന് എതിരായി ജീവിച്ചു. നിന്നെ നകന്നുപോയി. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചിൻ മഹാ ഇടവകയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിയെ കുടുംബമായി തലമുറയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച പുരോഹിത ശ്രേഷ്ഠന്മാരെ ഓർക്കുന്നു. ഇപ്പോൾ വിവിധങ്ങളായ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരെയും ഏൽപ്പിക്കുന്നു. സുവിശേഷകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രവർത്തകരെയും നീ അവിടുന്ന് മാനിക്കണം. ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവകയെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ചെയർമാനച്ചനായിട്ട് സ്തോത്രം. കർത്താവെ, കുടുംബമായി നീ അവിടുന്ന് അനുഗ്രഹിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരെ ഏൽപ്പിക്കുന്നു. സുവിശേഷകരെ ഏൽപ്പിക്കുന്നു. ദൈവമേ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗത്തിന്റെ പ്രതിസന്ധിയുണ്ട് കർത്താവെ, മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഭാഗമാകുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രിയമക്കളെയും പങ്കാളികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവം, ഞങ്ങളെ ഭയത്തോടെ, ബുദ്ധിമുട്ടോടെ, പ്രയാസത്തോടെ, ഞെരുക്കത്തോടെ ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. ദൈവമേ, വിടുവിക്കണമേ. അപ്പാ, പലരും ദൈവമേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. വില്യം സാറിനെ ഓർക്കുന്നു. സാവൽ സാറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലരും കർത്താവെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. രോഗത്തിന്റെ പ്രതിസന്ധി, പ്രയാസം. യഹോവേ, അവിടുന്ന് വിടുവിക്കണമേ. രക്തവായി കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. സുജിത്തിന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടുന്ന് പല ഇടങ്ങളിലായിരിക്കും. റിനോയോട് കരുണ തോന്നിയല്ലോ, സ്തോത്രം. യഹോവേ, നിന്റെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. ദൈവമേ, സൗഖ്യവും സമാധാനവും പ്രാപിപ്പാൻ ഇടയാക്കണം. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെയും യുവജന സഖ്യത്തെയും സ്ത്രീജന സഖ്യത്തെയും കൊയറിനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമേ, അനുഗ്രഹം ചൊരിയണമേ. അനുഗ്രഹത്താൽ വഴി നടത്തണമേ. ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും ആരാധന സമൂഹമായി തീരുവാൻ, ഈ പ്രതിസന്ധി ലോകത്തിൽ നിന്ന് മാറുവാൻ നീ അവിടുന്ന് ഇടയാക്കണം. കൃപ കൂടെയിരിക്കണം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റണം. ഇടവകയെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ
ആമേൻ. നമുക്ക് വീണ്ടും സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവസന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചു. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മൗത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമായി കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിൽ കൂടെയും നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെ കുറിച്ചും തക്കതായ ബോധം ഞങ്ങൾ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്നത് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഈ ലോകത്തിൽ സത്യത്തെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം, ജന്മദിനം ആഘോഷിച്ചവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനുജ ജേക്കബിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷാജി ജസ്റ്റിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഓഷിൻ ബൊജോയ് ബെഞ്ചമിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. താമരരാജിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈശാ പ്രദീപിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ഒരു സംവത്സരത്തിലേക്ക് പ്രിയമക്കൾ പ്രവേശിച്ചിരിക്കുന്നല്ലോ. ദൈവമേ, നിന്റെ മക്കൾ നിന്റെ കൃപയിൽ നിന്നിൽ ആശ്രയിച്ച് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യം ബലവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. കർത്താവെ, നിന്നെ യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, നിന്നെ വിശുദ്ധിയോടെ ആരാധിക്കുവാൻ, കളങ്കമില്ലാത്തവരായി നീതിയോടെ ആരാധിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ദൈവമേ, നിന്റെ മക്കൾക്ക് പുതിയ സംവത്സരം അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അനുഗ്രഹങ്ങളെ നൽകണമേ. കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. നീതിയോടെ നടത്തണമേ. നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ മക്കളുടെ മേലുണ്ടാകണമെന്ന് ഞങ്ങൾ കാഴ്ചയിൽ വെച്ച് യേശുവിന്റെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമൽമാറാകണമേ. നമുക്ക് കുടുംബജീവിതത്തിൻ്റെ നന്മ അനുഭവിക്കുന്ന സാമുവേൽ, സെനീന എന്നിവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കുടുംബം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. കുടുംബജീവിതം ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ. പ്രിയമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയായി ദൈവത്തെ സ്തുതിച്ച് ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. പ്രിയമക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാതൃകളെ പിൻപറ്റുവാൻ, അനേകർക്ക് മാതൃകയുള്ളവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, സൗഖ്യമൊക്കെ പ്രാപിച്ച് വീണ്ടും കർത്താവിനെ സ്തുതിപ്പാൻ, ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ കൊടുത്ത ആ ഉടമ്പടി ബന്ധം അർത്ഥവത്തായിട്ട് പരിപാലിക്കുവാൻ
അവിടുന്ന് സഹായിക്കണം. യഹോവയുടെ തേജസ് കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ ഉണ്ടാകണം. ഇന്നും എന്നേക്കും സഹായിക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാകുന്നല്ലോ. ഞാൻ ഗ്രൂപ്പിൽ പരസ്യമായിട്ട് അറിയിച്ചതുപോലെ നിങ്ങളുടെ ദശാംശങ്ങളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങൾ കവറിൽ ഇടണം. കവറിലിട്ട് അത് സെക്രട്ടറിയെയോ ട്രഷററെയോ ഏൽപ്പിക്കണം. അത് അവർ കളക്ട് ചെയ്യാനായിട്ട് കടന്നു വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. നമുക്കത് പ്രാർത്ഥിക്കാം. നമ്മുടെ പല ഭവനങ്ങളിലും കോവിഡിൻ്റെ പ്രതിസന്ധികളുണ്ട്. എല്ലാവരും ജാഗ്രതയുള്ളവരാക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ആർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോണിലൂടെയാണെങ്കിലും നമ്മുടെ സമ്പർക്കം പുലർത്തുക. അങ്ങനെ സംസാരിക്കുകയും വിവരങ്ങൾ അറിയുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായി ശ്രമിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ജ്ഞാനകീർത്തനങ്ങളിൽ 423 പാടി നമുക്ക് നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ജ്ഞാന കീർത്തനങ്ങളിൽ 423. സർവ്വകാലങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ സകലതും സ്വീകരിക്കുകയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അവിടുന്ന് അല്പമായി സമർപ്പിക്കുകയും ചെയ്ത ഈ കാഴ്ചകളെ ദൈവമേ നീ അവിടുന്ന് സ്വീകരിക്കണമേ. വിവിധ ഭവനങ്ങളിൽ ഇരുന്ന് പല മക്കൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച ദശാംശത്തെയും സ്തോത്ര വഴിപാടിനെയും അവിടുന്ന് സ്വീകരിച്ചാണ്. നിന്റെ ദൈവരാജ്യത്തിന്റെ മൂല്യമായി ഇതിനെ കർത്താവെ ഒരുക്കണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഒരുപോലെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ, ഇനിയും വന്ന് നിന്നെ സ്തുതിച്ചാരാധിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരപരമാറാകണമേ. ആമേൻ.
സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, ആരാധനയ്ക്ക് യോഗ്യനെ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് പങ്കുചേർന്ന മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ, നിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കണമേ. യഹോവേ, നീ ആകുന്നുവല്ലോ ഞങ്ങളുടെ ദൈവം. ഞങ്ങളെ സൃഷ്ടിച്ചവനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരിയും നീയാണ്. അങ്ങനാണെങ്കിൽ വിശുദ്ധിയുള്ള നിന്നെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിയുള്ള നിന്നെ നീതിയോടെ ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധനെ, സത്യസന്ധമായി നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഞങ്ങളെ കൃപ നൽകണമേ. സകലതും നീയാണ്, നിന്നാലുള്ളവായി നിന്നിലേക്ക് തന്നെ ചേരുന്നു. ഞങ്ങളും നിന്നോട് ചേർന്ന് ആ പർദീസ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കേണ്ടവനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മക്കളെയും അവിടുന്ന് ബലപ്പെടുത്തണം. ഞങ്ങളുടെ ആരാധനയിൽ ദൈവകൃപ വ്യാപരിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ വിവിധ ശുശ്രൂഷകൾ പങ്കുവഹിച്ച പ്രിയ മക്കളെ എല്ലാവരെയും സ്ഥലം പോരാത്തവണ്ണം അനുഗ്രഹിക്കണം. കൃപ കൂടെയിരിക്കണം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയരെ നമ്മളോടെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.